പുതിയൊരു വീഡിയോയിലേക്ക് സാധനം. ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോളോയിലൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡാഷ് ക്യാം റിവ്യൂ ചെയ്യാന്ന് വെച്ചിട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ഇവർ അപ്രോച്ച് ചെയ്ത ടൈമിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു വണ്ടിയിൽ ഞാൻ ഓൾറെഡി ഡാഷ് ക്യാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു ഡാഷ് ക്യാം ഇപ്പോൾ തന്നിട്ടുള്ള ഒരു ഡാഷ് ക്യാം ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലൊരു ആക്സറീസ് ആയിട്ട് അവിടെ തോന്നത്തില്ല. അതായത് ജെനുവിൻ ആയിട്ട് നമ്മുടെ OEM പ്രോഡക്റ്റ് പോലെ തന്നെ നിങ്ങൾക്ക് തോന്നും. എന്താ സംഭവം എന്നല്ലേ, നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. എന്നിട്ട് അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അങ്ങനെ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞു. അഡീഷണൽ വലിയ ആക്സറീസോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ആ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് അതിന്റെ മെയിനായിട്ട് വരുന്നത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം ടൈഗൂണ്, വേർട്ടസ്, അതുപോലെ തന്നെ പോളോയിലൊക്കെ ആണെങ്കിൽ റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് വരുന്നുണ്ട്. അവിടെയുള്ള ആ ഒരു കിറ്റ് നമുക്ക് റീപ്ലേസ് ചെയ്തിട്ട് ഇത് അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ അഡീഷണൽ ആക്സറീസ് ആയിട്ട് തോന്നത്തില്ല. ഇവിടെ ആയിട്ടാണ് നമ്മളത് റീപ്ലേസ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് അയച്ചെടുക്കാൻ പറ്റും. അപ്പോൾ പവർ എവിടുന്ന വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റെയിൻ സെൻസിങ് വൈപ്പേഴ്സിലേക്ക് പോകുന്ന ഒരു എന്താ പറയണ്ട പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മാത്രമാണ് ഇതിന്. ഇതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ പുറമേ നിന്നുള്ള ആക്സറീസ് ഒരിക്കലും ഫിറ്റ് ചെയ്യത്തില്ല. ഞാൻ ഇതെന്റെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്തുനിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വർക്കില്ലാത്ത ടൈമിൽ, ആഫ്റ്റർനൂൺ ടൈമിൽ, ബ്രേക്ക് ടൈമിൽ ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഷോറൂമിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് ജെനുവിൻ ഉള്ള പ്രോഡക്റ്റ്, അതായത് ഇത് ജെനുവിൻ ഫോക്സ് വാൻ്റെ ഒരു റിവ്യൂ കാര്യങ്ങളൊന്നുമല്ല. ഫോക്സ് വാൻ റിവ്യൂ ചെയ്യാനായിട്ട് തന്ന പ്രോഡക്റ്റ് അല്ല, ഔട്ട്സൈഡ് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ഞാൻ ഫിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊരു എന്താ പറയണ്ട ഫോക്സ് വാൻ ഒഫീഷ്യൽ ഓതറൈസ്ഡ് ഡീലറിന് ചെയ്യുന്നതല്ല ഒരിക്കലും. ശരിയാണ്, ഞാൻ ഡീലർഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വെച്ചാൽ അവിടുത്തെ ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഏതാണ്ട് ഒരു 10-12 വർഷത്തോളം, അതിന് മുകളിൽ വർഷത്തോളം ഫോക്സ് വാനിൽ തന്നെ എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് ബോഡി വർക്ക് തന്നെ. അപ്പോൾ നല്ല രീതിയിൽ എന്താ പറയണ്ട അയച്ചെടുക്കാനും വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അത് ഫിറ്റ് ചെയ്ത് തരാൻ ഇവർക്ക് പറ്റും. അപ്പോൾ പുറമേ നിന്നുള്ളൊരു ആക്സറീസ് എന്തായാലും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ഇത് റിവ്യൂവിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബൈയിങ് ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇവരുടെ സൈറ്റിൻ്റെ. ഈവൻ ടൈഗൂൺ, വേർട്ടസ്, പോളോ എല്ലാ വണ്ടികളുടെ അവൈലബിൾ ആയിരിക്കും. പിന്നെ എടുത്ത് പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോളോയിലാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നില്ല നോർമൽ വണ്ടികൾക്ക്, അതായത് റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് ഇല്ലാത്ത ഒരു വണ്ടികൾക്ക് ഇത് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ നിന്നാണ് ഇതിൻ്റെ പവറും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ആ ഒരു കിറ്റ് ഇപ്പോൾ റീപ്ലേസ് ചെയ്തിട്ടാണ് ഈ ഒരു കിറ്റ് നമ്മളിപ്പോൾ അവിടെ കയറ്റാൻ പോകുന്നത്.
അങ്ങനെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടിയെന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിൻ്റെ ആ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫിനിഷിങ് അതായത് പ്രോപ്പറായിട്ട് ആ ഇതിനു മുമ്പ് എങ്ങനെയായിരുന്നു അതിൻ്റെ കിറ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അത് ഫിറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അഡീഷണൽ വർക്കായിട്ട് ശരിക്കും പറഞ്ഞാൽ തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് എനിക്കൊരു വേറൊരു റിവ്യൂ ചെയ്യാനുള്ള പ്രോഡക്റ്റ് കിട്ടി. ഞാനത് പറ്റുകയാണെങ്കിൽ അത് ഗിവ് അവേ ആയിട്ട് കൊടുക്കാനുള്ളൊരു ഇതിൻ്റെ അകത്താണുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ OEM പ്രോഡക്റ്റ്, അതായത് അങ്ങനെ തോന്നിക്കുന്നതല്ല, നോർമൽ അഡീഷണലായി നമുക്ക് ആക്സറീസ് പോലെ തന്നെ തോന്നിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. അത് ഞാൻ ജസ്റ്റ് ഒരു ഗിവ് അവേ ആയിട്ട് ചാനലിൽ കൊടുക്കുന്നുണ്ട്. എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വരും വീഡിയോസിലുണ്ടാവും. ഇനി നമുക്ക് ഇതിൻ്റെ എന്തായാലും ഓവറോൾ എങ്ങനെയുണ്ട്, ഇതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ഈ വണ്ടിയുടെ ഓവറോൾ വീഡിയോസ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഈ ഒരു ഡാഷ് ക്യാമിൻ്റെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നത്. അത്യാവശ്യം മോശമില്ലാത്ത ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. 4K എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ ഫുട്ടേജ് കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. ചാനലിൽ ശരിക്കും പറഞ്ഞ ഒരു ഗിവ് അവേ കൂടി നടത്താമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇതൊരു ഞാൻ പറഞ്ഞു ടൈഗൂൺ വേർട്ടസ് പോളോനൊക്കെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. ഈവൻ വേറെ ബ്രാൻഡാണെങ്കിൽ ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഗിവ് അവേ കൂടി ചാനൽ നടത്തുന്നുണ്ട്. ഇതല്ല, വേറൊരു പ്രോഡക്റ്റാണ്. അതായത് അഡീഷണൽ നമുക്ക് ആക്സറീസ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഗിവ് അവേ. ചാനൽ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഒരു സാധനം പർച്ചേസ് ചെയ്യാനുള്ള ഒരു പർച്ചേസ് ലിങ്ക്, നിങ്ങളുടെ ഏതാണ് വണ്ടി എന്നുള്ളത് നിങ്ങൾ പോയിട്ട് ഒന്ന് സൈറ്റിൽ പോയിട്ട് നോക്കിയാൽ. അതുപോലെ തന്നെ കൂപ്പൺ കോഡ് അവൈലബിൾ ആണ്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്.